വിഭാഗത്തിൽ ധാരണ. ഔദ്യോഗികമായ തീരുമാനം മറ്റന്നാൾ ചേരുന്ന യോഗത്തിലുണ്ടാകും. അനൂപിന് യാക്കോബായ സഭ പിന്തുണ പ്രഖ്യാപിച്ചു. കേരള കോൺഗ്രസ് ജേക്കബ് ചെയർമാൻ ജോണി നെല്ലൂരിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് അനൂപ് ജേക്കബിനെ മന്ത്രിയാക്കണമെന്ന് യുഡിഎഫിനോട് ആവശ്യപ്പെടാൻ ധാരണയായത്. ഇത് സംബന്ധിച്ച് ഔദ്യോഗിക തീരുമാനം 3-ാം തീയതി തിരുവനന്തപുരത്ത് ചേർന്ന സംസ്ഥാന ഭാരവാഹി യോഗത്തിലുണ്ടാകും. 3-ാം തീയതിയിലെ യോഗത്തിനു ശേഷം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ കണ്ട് പാർട്ടി തീരുമാനം അറിയിക്കും. മന്ത്രിയാക്കിയതിനു ശേഷം മത്സരിപ്പിക്കുന്നത് തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യുമെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. പാർട്ടിക്ക് മന്ത്രിസ്ഥാനം അർഹതപ്പെട്ടതാണെന്ന് യോഗത്തിനു ശേഷം ജോണി നെല്ലൂർ പറഞ്ഞു. മന്ത്രിസ്ഥാനം പാർട്ടിക്ക് ഉണ്ടായിരുന്നതാണ്. ആ പാർട്ടിക്കുള്ള മന്ത്രിസ്ഥാനം തീർച്ചയായിട്ടും ആ മന്ത്രിസ്ഥാനം പാർട്ടിക്കുള്ളത് തന്നെയാണ്. ആ കാഴ്ചപ്പാടാണ് ഞങ്ങൾക്കുള്ളത്. നിയമസഭാ അംഗം ഇന്നില്ലാതായി. നിയമസഭാ അംഗം ഉണ്ടാകുമല്ലോ. നിയമസഭാ അംഗം ഉണ്ടാകുന്നവരെ കാത്തിരിക്കണമെന്നൊന്നുമില്ലല്ലോ മന്ത്രിസ്ഥാനത്തിന് വേണ്ടി. ടി.എം. ജേക്കബിന്റെ സംസ്കാരം നടന്ന ദിവസം തന്നെ മന്ത്രിവിഷയം ചർച്ച ചെയ്യേണ്ടതില്ലെന്ന ജോണി നെല്ലൂരിന്റെ അഭിപ്രായത്തെ യോഗത്തിൽ പങ്കെടുത്ത ഭൂരിപക്ഷം ഭാരവാഹികളും എതിർത്തു. തുടർന്നാണ് ഇക്കാര്യത്തിൽ ധാരണയുണ്ടാക്കാൻ നിർബന്ധിതമായത്. കൂത്താട്ടുകുളത്ത് ചേർന്ന ഭാരവാഹി യോഗത്തിൽ അനൂപ് ജേക്കബും പങ്കെടുത്തു. ജേക്കബിന്റെ കുടുംബത്തിൽ നിന്ന് മന്ത്രി വേണമെന്ന് യാക്കോബായ സഭയും ആവശ്യപ്പെട്ടിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യയോ അല്ലെങ്കിൽ മകനോ ആ സ്ഥാനത്തേക്ക് വരുന്നത് എന്റെ ഉള്ളിൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അത് നല്ലതായിരിക്കും എന്നുള്ളൊരു അഭിപ്രായമാണ്. ചർച്ചയെ സംബന്ധിച്ചിടത്തോളം സഭയോട് വളരെ ചേർന്ന് നിൽക്കുന്ന ഒരു ഫാമിലി എന്നുള്ള നിലയിൽ ഞങ്ങൾക്കുള്ളത്. ജേക്കബിന്റെ ഭാര്യ ഡെയ്സി ജേക്കബിന്റെ പേരും മന്ത്രിസ്ഥാനത്തേക്ക് ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. എന്നാൽ അവർ താൽപര്യമില്ലെന്ന് പാർട്ടി നേതാക്കളെ അറിയിക്കുകയായിരുന്നു. ഹൈക്കോടതി അഭിഭാഷകനായ അനൂപ് കേരള യൂത്ത് ഫ്രണ്ട് സംസ്ഥാന പ്രസിഡന്റാണ്. വിപിൻ ചന്ദ്, കൊച്ചി, ഇന്ത്യ വിഷൻ. ജന്മനാടിന്റെ അന്ത്യാഞ്ജലി ഏറ്റുവാങ്ങി ടി.എം. ജേക്കബ് യാത്രയായി. പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ കാക്കൂർ സെന്റ് മേരീസ് ദേവാലയത്തിലായിരുന്നു സംസ്കാര ചടങ്ങുകൾ. അവസാന മണിക്കൂറുകളിലും നിരവധി ആളുകളാണ് അന്ത്യോപചാരം അർപ്പിക്കാൻ ഒഴുകിയെത്തിയത്. നിരവധി സങ്കീർണമായ രാഷ്ട്രീയ സംഹിതകളെ പുഞ്ചിരിയോടെ നേരിട്ട് 3 പതിറ്റാണ്ടോളം കേരള രാഷ്ട്രീയത്തിൽ ജ്വലിച്ചു നിന്ന ടി.എം. ജേക്കബിന് ഇനി പിറന്ന മണ്ണിൽ അന്ത്യവിശ്രമം. തിങ്കളാഴ്ച രാത്രിയോടെ ടി.എം. ജേക്കബിന്റെ വാളിയപ്പാടത്തെ താണിക്കുന്നിൽ തറവാട്ടിലെത്തിച്ച മൃതദേഹത്തിൽ അന്തിമോപചാരം അർപ്പിക്കാൻ വൻ ജനാവലിയാണ് എത്തിയത്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, മറ്റു മന്ത്രിമാർ, പ്രതിപക്ഷ നേതാവ് വി.എസ്. അച്യുതാനന്ദൻ, രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖർ എന്നിവർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. തുടർന്ന് വിലാപയാത്രയായി കാക്കൂർ ആട്ടിൻകുന്ന് സെന്റ് മേരീസ് ദേവാലയത്തിലെത്തിച്ച മൃതദേഹത്തിൽ യാക്കോബായ സഭാതലവൻ തോമസ് പ്രഥമൻ ബാവ പ്രാർത്ഥനാ ശുശ്രൂഷ നൽകി. തുടർന്ന് സംസ്ഥാന സർക്കാരിന്റെ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടുകൂടിയായിരുന്നു സംസ്കാരം. പ്രധാനമന്ത്രിക്ക് വേണ്ടി കെ വി തോമസും എ.കെ. ആന്റണി, വയലാർ രവി എന്നീ മന്ത്രിമാർക്കു വേണ്ടി ജില്ലാ കളക്ടറും മൃതദേഹത്തിൽ റീത്ത് സമർപ്പിച്ചു. 1977 പിറവം എം.എൽ.എയായി നിയമസഭയിലെത്തിയ ടി.എം. ജേക്കബ് മരിക്കുമ്പോഴും അവിടുത്തെ ജനപ്രതിനിധിയായിരുന്നു. ജേക്കബ് ഓർമ്മയായെന്ന സത്യം ഉൾക്കൊള്ളാൻ ശ്രമിക്കുകയാണ് ഏവരും. വെസ്റ്റ് ഇന്ത്യ വിഷൻ, കൊച്ചി.